ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. നല്ല സ്വാദിഷ്ടമായ ഒരു സ്നാക്സാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു അരക്കപ്പ് മട്ടയരി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായി കഴുകി ഒന്ന് വെള്ളമൊക്കെ ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. നന്നായി വെള്ളം പോകാൻ വേണ്ടി തന്നെ ഒരു അരിപ്പയിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതൊന്ന് ഉണക്കിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചെറുതായി ഒന്ന് ഫാനിൻ്റെ കീഴിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 പഴം എടുക്കാം. ഇത് റോബസ്റ്റ പഴമാണ്. വേറെ നമുക്ക് ഏത്തപ്പഴവും ഒക്കെ എടുക്കാം. ഞാനിവിടെ റോബസ്റ്റ് പഴമുള്ളത് കൊണ്ട് തന്നെ ഇതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ പഴം ഇതിൽ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വരട്ടിയെടുക്കണം. മുറിച്ച പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് വേവിക്കുന്ന സമയത്ത് തന്നെ ഇത് നന്നായി വെന്ത് ഉടഞ്ഞ് വരും. നല്ലോണം പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ നന്നായി ഉടഞ്ഞു വരും. ഈ സമയം നമുക്ക് ഒരു 3 വെല്ലം ഉരുക്കിയെടുക്കാം. അപ്പോൾ പഴം നന്നായി വെന്തതിന് ശേഷം ഉരുക്കിയ വെല്ലം നമുക്ക് ഒരു അരിപ്പ വെച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറുക്കിയെടുക്കണം. അതിന് ശേഷം ഒരു കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഒരു അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. അത് ഞാൻ അരി പൊടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ട് പൊടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നന്നായി കുറുകി വരുന്നുണ്ട്. നന്നായി ഒന്ന് ഉടച്ച് എടുക്കണം. പിന്നെ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച അരിപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഒരു 5-10 മിനിറ്റ് ഇളക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് നന്നായി കുറുകി യോജിച്ച് വരും. ഇതുപോലെ കാണുന്നില്ല, ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ച് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന സമയം നമ്മൾ തീ ഓഫ് ചെയ്താൽ മതി. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ നമ്മുടെ വെല്ലവും ഇതൊക്കെ നന്നായി ഇളകി വന്നിട്ടുണ്ട്. നമ്മളെ കൂട്ടൊക്കെ നല്ല റെഡിയായി. ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം തണുത്തതിന് ശേഷം ഇതുപോലെ കൈകൊണ്ട് ചെറിയ ഉരുളകളാക്കിയെടുത്ത് നമുക്ക് കഴിച്ചു തുടങ്ങാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഞാൻ ബാക്കി കൂടി ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ പഴവും അരിപ്പൊടിയും വെച്ചിട്ടുള്ള ഉണ്ട തയ്യാറായിട്ടുണ്ട്. നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ
താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.